നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വേപ്പിലക്കട്ടിയാണ്. വേപ്പിലക്കട്ടി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? വേപ്പിലയുടെ, അതായത് കറിവേപ്പിലയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒരു ഡിഷാട്ടോ ഈ വേപ്പിലക്കട്ടി എന്ന് പറയുന്നത്. ചോറിൻ്റെ, ഇഡ്ഡലി ഇവയുടെ കൂടെയൊക്കെ നമുക്ക് നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഈ വേപ്പിലക്കട്ടി സെർവ് ചെയ്യുകയും ചെയ്യാം. കറിവേപ്പിലയുടെ ഏറ്റവും ആദ്യത്തെ ഗുണം ഇത് തടി കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയുള്ള വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് കറിവേപ്പില. അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഐറ്റാട്ടോ ഈ കറിവേപ്പില. പിന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കറിവേപ്പില സഹായിക്കും. ഇത് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കറിവേപ്പിലയ്ക്ക്. ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പിൻ്റെ മരം മുറിച്ചിരിക്കുകയാണ്. വലിയൊരു മരമാണ്, അതൊന്നും കറിവേപ്പിലയൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ ആ കറിവേപ്പിലയുടെ കുറച്ച് ഭാഗം യൂസ് ചെയ്തിട്ട് ഞാൻ തയ്യാറാക്കിയെടുത്തതാണ് ഈ വേപ്പിലക്കട്ടി. ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ വേപ്പിലക്കട്ടി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക വേണ്ടത്. ഒന്നിച്ച് ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ 5 ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ നിറായി വരട്ടെ, അതുവരെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കണം. അതിനുശേഷം വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ നമ്മൾ ഉഴുന്നും അതുപോലെ തന്നെ കടലപ്പരിപ്പും നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ മാറ്റാം. ഇനി ഞാനിവിടെ കായ എടുത്തിട്ടുണ്ട്. ഇത് 1 ഇഞ്ച് നീളമുള്ള കായത്തിന് ഞാൻ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തതാണ്. ഇനി കായത്തിനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഈ കായത്തിനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മുടെ കായ ഒന്ന് റോസ്റ്റ് ആയി വരട്ടെ. കറിവേപ്പിലക്കട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പിലയാണ് വേണ്ടത്. ഞാനിവിടെ 5 കപ്പ് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ 5 പിടി കറിവേപ്പില എടുത്താലും മതി കേട്ടോ. ഏകദേശം അത് 5 കപ്പായിരിക്കും ഉണ്ടാവുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ എടുക്കണം. കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് ഉണക്കി റെഡിയാക്കി വെച്ചതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നാരങ്ങയുടെ ഇലയാണ്. ഇത് ഒരു പിടിയില്ല കേട്ടോ, ഒരു 1/2 കപ്പ് നാരങ്ങയുടെ ഇല എന്നൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. കുറച്ച് നാരങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങയുടെ ഇല വേണമെന്ന് നിർബന്ധമില്ല. ഈ കറിവേപ്പില കട്ടി പല രീതിയിൽ ഉണ്ടാക്കാം. കറിവേപ്പില മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കാം, നാരങ്ങയുടെ ഇലയും കറിവേപ്പില മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം, തേങ്ങ ചേർത്തിട്ടുണ്ടാക്കാം, അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതി കേട്ടോ ഫോളോ ചെയ്യുന്നത്. ഇത് നമ്മുടെ കായും റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ദാലിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊക്കെ ഇരുന്നിട്ട് തണുത്ത് വരട്ടെ. ഇനി ഞാൻ ഈ പാനിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചൂടായി വന്ന എണ്ണയിലോട്ട് നമുക്ക് ആദ്യം നാരങ്ങയില ചേർത്തിട്ട് വറുത്തെടുക്കാം. എൻ്റെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് വറുത്തെടുക്കാം നമുക്കിത്. ഇനി ഈ വേപ്പിലക്കട്ടിയിൽ നാരങ്ങയുടെ ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് ക്രിസ്പിയായി വരട്ടെ, അതുവരെ ഇരിക്കണം. എന്നാലോ കരിഞ്ഞു പോവുകയും ചെയ്തിട്ടില്ല. ഇനി ബാക്കിയുള്ള എണ്ണയിലോട്ട് കുറേശ്ശായിട്ട് കറിവേപ്പില ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. നാരങ്ങയുടെ ഇല ഫ്രൈ ആയി വന്ന പോലെ തന്നെ കറിവേപ്പില ഇലയും ഫ്രൈ ആയി വരണം കേട്ടോ. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ്. കുറച്ച് ഹെൽത്തി പ്രിപ്പറേഷൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഇല എന്തായാലും നോക്കാം, നല്ല ക്രിസ്പിയായിട്ട് വരണം കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ള കറിവേപ്പില കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കറിവേപ്പിലകളൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇരുന്നിട്ട് തണുത്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പരിപ്പും ഉഴുന്നും എല്ലാം ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളകാണ് ചേർക്കേണ്ടത്. വറ്റൽ മുളകാണിത്. എത്രത്തോളം എരിവ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഒരു 8-10 വറ്റൽമുളക് ചേർക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. ഇത് ഒരുപാട് ഡാർക്ക് കളർ ആവരുത് കേട്ടോ, കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പാനിൽ ശരിക്കും പറയുകയാണെങ്കിൽ എണ്ണയൊന്നും ഇല്ല, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് വരുന്നത്. ഇനി ഇതിന് പകരമായിട്ട് ഈ മുളക് ചുട്ടെടുത്താലും മതി കേട്ടോ. ചുട്ടെടുത്താൽ വേറൊരു സ്മെല്ലായിരിക്കും. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം.
ഓരോ ഐറ്റംസും തണുക്കുന്നതിനനുസരിച്ചിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. മുളക് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെയും കൂടെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് പുളി കൂടെ ചേർക്കണം. ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് പുളിയിലധികം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഈ വേപ്പിലക്കട്ടി ഒരുപാട് കാലം സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ പുളിയൊക്കെ നനവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദാൾ ഐറ്റംസ് പൊടിച്ചെടുത്തത്. അതായത് ഇതിലോട്ട് നമുക്ക് കുറേശ്ശായിട്ട് വേപ്പില ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. മുഴുവൻ എന്തായാലും ഒറ്റയടിക്ക് പൊടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. കുറച്ച് വേപ്പില പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള വേപ്പില കൂടെ പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽ മുളകാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. മുളക് ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള പുളി ചേർക്കാം. പിന്നെ ഇത് ശർക്കരയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കരയുണ്ട്. 2 or 3 ടേബിൾ സ്പൂൺ ശർക്കര ഉപയോഗിക്കാം കേട്ടോ. ഇതിന് പകരമായിട്ട് പഞ്ചസാര ഉപയോഗിച്ചാലും മതി. എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. നമുക്ക് വീണ്ടും ഇതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. ഇതുകൂടെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വേപ്പിലക്കട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കാം, നമ്മുടെ ചമ്മന്തിപ്പൊടി പോലെ തന്നെ. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മുടെ വേപ്പിലക്കട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ തരിയോടെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ സൂക്ഷിക്കാം. മാസങ്ങളോളം നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പുറത്താണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1-2 മാസമൊക്കെ സൂക്ഷിക്കാം കേട്ടോ. പക്ഷെ നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ തുറന്ന് വയ്ക്കാനൊന്നും പറ്റില്ല. നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അടച്ചു വയ്ക്കുകയൊക്കെ വേണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. പുളിയുണ്ട്, ഉപ്പുണ്ട്, ചെറിയൊരു മധുരം ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം എരിവുണ്ട് അത്യാവശ്യം. എല്ലാം കൂടെ ഒരു ചമ്മന്തിപ്പൊടിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിലോട്ട് നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കറിവേപ്പിലയും നാരങ്ങയുടെ ഇലയാണ് ഇതിലെ താരങ്ങൾ. ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള വേപ്പിലക്കട്ടി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കറിവേപ്പിലയുടെ അതേ ഗുണങ്ങളൊക്കെ കിട്ടും നമുക്ക് ഈ വേപ്പിലക്കട്ടി തന്നെയാണ്. ഞാനിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമ്മുടെ ഈ വേപ്പിലക്കട്ടി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നൊന്നുമില്ല. എന്തെങ്കിലും വയറിനൊക്കെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ വേപ്പിലക്കട്ടി എടുത്ത് കഴിച്ചാൽ മതി. ഇഡ്ഡലിയുടെ കൂടെ ഇഡ്ഡലിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഈ വേപ്പിലക്കട്ടി യൂസ് ചെയ്യാം. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം.